ജീസസ് വിത്യുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പ്രാവശ്യം കൂടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ദൈവം നമുക്ക് നൽകിയല്ലോ. ഇന്നത്തെ ഈ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗം ചിന്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതിനെ നമുക്ക് സക്രിയാവിൻ്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുന്നു. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പീൻ. യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നുവല്ലോ. അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാരി പെയ്യിച്ചു കൊടുക്കും. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് ഞാനിന്നിവിടെ വായിച്ച് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സക്രിയാവ് എന്ന് പറയുന്ന പ്രവാചകനെ ദൈവം തൻ്റെ ജനത്തെ ധൈര്യപ്പെടുത്തുവാൻ, ഉത്സാഹപ്പെടുത്തുവാൻ നിയമിച്ചതായ ഒരു പ്രവാചകനാണ്. പ്രത്യേകിച്ച് യെരുശലേമിൻ്റെ ദേവാലയത്തിൻ്റെ പണിയുടെ പശ്ചാത്തലത്തിൽ ആ പണി മുടങ്ങിക്കിടക്കുമ്പോൾ ദൈവം നിയോഗിച്ചതായ ഈ പ്രവാചകൻ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ പ്രചോദനങ്ങൾ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു പ്രചോദനമാണ് നമ്മളിവിടെ സക്രിയാവിൻ്റെ പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിച്ചത്. നമ്മളിങ്ങനെ വായിക്കുന്നു: പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പീൻ. രണ്ട് രീതിയിലുള്ള മഴയെക്കുറിച്ചാണ് ഈ വേദഭാഗങ്ങളിൽ സക്രിയാവ് ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ പശ്ചാത്തലത്തിൽ ഈ രണ്ട് മഴയെക്കുറിച്ചും അവർക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ നമ്മുടെ സാഹചര്യത്തിൽ പലർക്കും ഈ പിന്മഴ, മുൻമഴ എന്താണെന്ന് പലപ്പോഴും അറിയാറില്ല. ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത, മരുഭൂമിയാൽ നിബിഡമായ ഒരു പ്രദേശമാണ് ഇസ്രായേൽ. അവർക്ക് സ്വാഭാവികമായിട്ടുള്ള ജലസ്രോതസ്സുകൾ ഇല്ല എന്നും നമുക്കറിയാം. അവർ എപ്പോഴും അവരുടെ കാർഷിക വൃത്തിക്ക് വേണ്ടി ആശ്രയിച്ചിരിക്കുന്നത് മഴയാണ്. അപ്രകാരം പെയ്യുന്ന രണ്ട് മഴ സീസണുകളെക്കുറിച്ചാണ് നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നത്. ഒന്ന് മുൻമഴ, മറ്റേത് പിന്മഴ. ശീതകാലത്തിനും വേനൽക്കാലത്തിനും ഇടയിൽ പെയ്യുന്ന മഴയാണ് മുൻമഴ. എന്നാൽ പിന്മഴ എന്ന് പറയുന്നത് ശീതകാലത്തിന് ശേഷം, തണുപ്പ് കാലത്തിന് ശേഷം വരുന്നതായ സ്പ്രിങ്ങിൽ അഥവാ വസന്തകാലത്ത് പെയ്യുന്ന മഴയാണ് ഈ പിന്മഴ എന്ന് പറയുന്നത്. സ്പ്രിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, ഈ തണുപ്പ് കാലത്ത് മരങ്ങളൊക്കെ ഇല പൊഴിച്ച് വെറും ചില്ലകളായി നിൽക്കുമ്പോൾ നമുക്ക് നല്ലൊരു പച്ചപ്പ് കാണാൻ സാധിക്കത്തില്ല. ഭൂമി എല്ലായിടവും ഉണങ്ങി വരേണ്ടതായിട്ടും കോച്ചി പിടിക്കുന്ന തണുപ്പിൻ്റെ അനുഭവങ്ങളും ഒരു വല്ലാത്ത ഭീതിയാണ്, അല്ലെങ്കിൽ വല്ലാത്ത ഒരു പ്രയാസം നമുക്കുണ്ടാക്കാറുണ്ട്. ഇനിയും ഒരു മുള പൊട്ടിപ്പുറപ്പെടുമോ, ഇനിയും ഭൂമി പഴയതിലേക്ക് തിരിച്ചു വരുമോ എന്ന് നമുക്ക് ആശങ്കപ്പെടുമാറ് ഈ ഭൂമിയുടെ അവസ്ഥ ഈ തണുപ്പ് സമയത്ത് അല്ലെങ്കിൽ വിൻ്ററിൻ്റെ സമയത്ത് ആയിത്തീരും. എന്നാൽ അതിനുശേഷം ഒരു പുതിയ രൂപാന്തരം, പുതിയ ഒരു ബിഗിനിങ് ഉണ്ടാകുമെന്നുള്ളത് ആളുകൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ് ഈ വിൻ്ററിന് ശേഷം പെയ്യുന്ന പിന്മഴ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിന്മഴയുടെ സമയം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ന്യൂ ബിഗിനിങ്സ് അഥവാ പുതിയ ആരംഭങ്ങളുടെയും ട്രാൻസ്ഫോർമേഷൻ്റെയും രൂപാന്തരത്തിൻ്റെയും ഒരു പ്രതീക്ഷയാണ് പിന്മഴയിലൂടെ ലഭിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മനുഷ്യൻ എപ്പോഴും അവൻ്റെ പല ജീവിത സാഹചര്യങ്ങളിലും വളരെ നിരാശയുള്ളവനാണ്. ഇനിയൊരു മടങ്ങിയൊരു എനിക്കുണ്ടാകുമോ, ഇനിയൊരു വ്യത്യാസം സംഭവിക്കുമോ, എന്നെങ്കിലും എനിക്കൊരു മാറ്റം സംഭവിക്കുമോ? ഇങ്ങനെയുള്ള കാലത്ത് പുതിയ ഒരു ആരംഭം ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, ഒരു രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ, അവന് തന്നെ ആ രൂപാന്തരമോ ഒരു പുതിയ ആരംഭമോ ഉണ്ടാകത്തില്ല. മറിച്ച് അതിനുവേണ്ടി അവനെ സഹായിക്കുന്ന അവൻ്റെ സൃഷ്ടാവായ ദൈവത്തിന് മാത്രമേ അവനെ രൂപാന്തരപ്പെടുത്തുവാനും അവൻ്റെ ജീവിതത്തിൽ പുതിയ ഒരു ആരംഭത്തിനും ഇടയാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് മനുഷ്യനുണ്ടായിരിക്കണം. ഇവിടെ സക്രിയാവിലൂടെ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ പിന്മഴയ്ക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കണം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ വിശുദ്ധ ബൈബിളിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഴയെക്കുറിച്ച് പറയുന്നുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ ഏലിയാ പ്രവാചകൻ അഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് പറയുന്നു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമുക്ക് മനസ്സിലാക്കുക എത്രത്തോളം മഴയ്ക്ക് പ്രാധാന്യമുണ്ട്.
പിന്നീട് 3 വർഷവും 6 മാസത്തിന് ശേഷം ഏലിയ പ്രവാചകൻ കർമ്മേലിൻ്റെ കൊടുമുടി ചെന്ന് മഴയ്ക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ വലിയൊരു മഴയുടെ മുഴക്കം കേൾക്കുന്നു എന്ന് പറഞ്ഞ് ആഹാബിനെ ഉത്തേജിപ്പിച്ച് അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞുവിടുന്ന ഏലിയാവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബൈബിളിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഈ മഴയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചില വാക്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് നമുക്ക് യിരെമ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം വായിക്കാം. ജാതികളുടെ മിഥ്യാമൂർത്തികളിൽ മഴ പെയ്യിക്കുന്നവരുണ്ടോ? അല്ല, ആകാശമോ വർഷം നൽകുന്നത്? ഞങ്ങളുടെ ദൈവമായ യഹോവേ, അത് നീ തന്നെ അല്ലയോ? നിനക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു, ഇവയൊക്കെയും സൃഷ്ടിച്ചിരിക്കുന്നത് നീയല്ലോ. ഈ ഒരു വേദഭാഗം മാത്രമല്ല, മറ്റു വേദഭാഗങ്ങളിലും മഴ പെയ്യിക്കുന്നത് യഹോവയായ ദൈവമാണ് എന്നുള്ള സൂചന വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വായിച്ചല്ലോ, ജാതികളുടെ മിഥ്യാമൂർത്തികൾ എന്ന് പറഞ്ഞാൽ ജാതികളുടെ ദൈവങ്ങൾ എന്നറിയപ്പെടുന്ന വിഗ്രഹങ്ങൾക്ക് മഴ പെയ്യിക്കുവാൻ കഴിയുമോ? അല്ല, ആകാശമോ വർഷം നൽകുന്നത്? ആകാശമാണോ ഈ മഴ നൽകുന്നത്? എന്നിട്ട് പറയുന്നു, അത് ഞങ്ങളുടെ ദൈവമായ യഹോവ, അത് നീ തന്നെ അല്ലയോ മഴ നൽകുന്നത്? അപ്പോൾ മഴ നൽകുന്നത് ആരാണെന്ന് ഇവിടെ വ്യക്തമായി പറയുന്നു. മറ്റൊരു വേദഭാഗത്തിലും ഇതേ ആശയം വരുന്ന വേദഭാഗമുണ്ട്. അതും ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എൻ്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്യ്ക്കും. അപ്പോൾ നോക്കിക്കേ, ദൈവമാണ് മുൻമഴയും പിന്മഴയും പെയ്യിക്കുന്നത്. ദൈവത്തിന് മാത്രമേ അത് ചെയ്യാൻ കഴിയത്തുള്ളൂ. എന്തിനു വേണ്ടിയാണ്? ഇസ്രായേൽ ജനത്തിൻ്റെ സമൃദ്ധി ഈ മുൻമഴയും പിന്മഴയെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇസ്രായേലിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ രാജ്യത്തും മഴ പെയ്യണമെങ്കിൽ ദൈവത്തോട് അപേക്ഷിച്ചേ മതിയാകത്തുള്ളൂ. ദൈവമാണ് നമുക്ക് മഴ നൽകുന്നത്. ദൈവത്തിന് മാത്രമേ മഴയെ നൽകുവാൻ കഴിയത്തുള്ളൂ. മനുഷ്യൻ പലപ്പോഴും കൃത്രിമ മഴ എന്ന് പറയുന്നതായ ആ പ്രതിഭാസത്തിന് വേണ്ടി മുതിരാറുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ പരാജയപ്പെടാറുണ്ട്. അതൊന്നും വലിയ ഗുണം ചെയ്യാറില്ല. ഭൂമി വളരെയധികം മഴയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. ദൈവം അത്രേ മഴ കൊടുക്കുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, സമുദ്രത്തിലെ വെള്ളം നീരാവിയായി പൊങ്ങി മേഘങ്ങൾ അവയെ തടുത്തു നിർത്തിയാണ് മഴ പെയ്യിക്കുന്നതെന്ന്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ശാസ്ത്രം അത് പറയുന്നുവെങ്കിലും ദൈവത്തിന് മാത്രമേ അവ നിർവഹിക്കുവാൻ കഴിയത്തുള്ളൂ. മഴയ്ക്ക് മേഘങ്ങൾ ആവശ്യമാണ്, അതുപോലെ തന്നെ മഴയ്ക്ക് കാറ്റും ആവശ്യമാണ്. വിശുദ്ധ ബൈബിളിൽ പറയുന്നു, ദൈവമാണ് കാറ്റുകളെ അയക്കുന്നത്, ദൈവമാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് മാത്രമേ മഴ അയക്കുവാൻ കഴിയത്തുള്ളൂ. 15-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നിൻ്റെ നിലത്ത് നിൻ്റെ നാൽക്കാലികൾക്ക് പുല്ല് തരും, നീ തൃപ്തിയാകവണ്ണം ഭക്ഷിക്കും. ഇതെല്ലാം മഴയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുപോലെ യോവേൽ പ്രവചനം 2-ാം അധ്യായം 23-ാം വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഞാൻ ആ വേദഭാഗം കൂടെ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സിയോൻ മക്കളെ ഘോഷിച്ച് ഉല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പിൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്യിപ്പിച്ച് തരുന്നു. നോക്കിക്കേ, ഈ വാക്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ദൈവമാണ് നമുക്ക് മഴ തരുന്നത്. അപ്പോൾ ശാസ്ത്രം എന്തു പറഞ്ഞാലും എന്ത് ചെയ്താലും ദൈവം അത്രേ മഴ പെയ്യിക്കുന്നത്. ദൈവത്തിന് മാത്രമേ മഴ പെയ്യിപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ആഹ്വാനമാണ് ഇവിടെ സക്കറിയ പ്രവാചകനിലൂടെ ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുന്നത്. ഞാൻ ഈ വേദഭാഗം എടുക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്നതായ ഒരു ചിന്ത, നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് തരുമ്പോൾ തന്നെ 2024 നമ്മൾ കടന്നിരിക്കുക. എപ്പോഴും നമ്മൾ ഓരോ വർഷവും നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ വർഷം എൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യസ്തമായ വർഷമായി തീരണം. കഴിഞ്ഞ വർഷങ്ങളെപ്പോലല്ല, പുതിയ ഒരു ദൈവിക അനുഗ്രഹവും എൻ്റെ ജീവിതത്തിൽ പുതിയൊരു സ്വഭാവവും പുതിയ മാറ്റങ്ങളുണ്ടാകുവാൻ
പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കാറുണ്ട്. അവർക്ക് ഉതകുന്നതായ ഒരു സന്ദേശമാണ് ഇന്ന് ഈ ദിവസം പരിശുദ്ധാത്മാവിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. എന്താണ്? എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ആരംഭങ്ങളും പുതിയ രൂപാന്തരങ്ങളും ഉണ്ടാകുവാൻ. അപ്പോൾ നോക്കിക്കേ, പുതിയ ആരംഭങ്ങൾ ഉണ്ടാകണമെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ പുതിയ ഒരു രൂപാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ദൈവത്തെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. പക്ഷേ ഈ പുതിയ ആരംഭങ്ങൾക്കും ഈ പുതിയ രൂപാന്തരത്തിനും നമ്മെ സഹായിക്കുന്നത് ഈ സക്രിയ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നു, നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കണം. ഇസ്രായേൽ ജനത്തോട് പിന്മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് സക്രിയാവ് ആവശ്യപ്പെടുന്നത് പോലെ നമ്മോടും ദൈവം ആവശ്യപ്പെടുന്നു ഒരു അനുഗ്രഹത്തിന് വേണ്ടി, ഒരു പുതിയ ആരംഭത്തിന് വേണ്ടി. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരമുണ്ടാകുവാൻ നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കണം. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ഒരു ചിന്ത, മഴ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമാണ്. ഈ ഭൂമിയിൽ ലഭിക്കുന്നതെല്ലാം തന്നെ മനുഷ്യർക്കുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ധാരാളം വാഗ്ദത്തങ്ങളെ നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ, നമുക്കത് അനുഭവിക്കുവാൻ കഴിയണമെങ്കിൽ നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥനയാണ് നമ്മുടെ അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്നത്. പ്രാർത്ഥനയാണ് നമ്മുടെ വാഗ്ദത്തങ്ങളെ പൂർത്തീകരിപ്പാൻ നമ്മെ സഹായിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ഏറിയ മടങ്ങ് പ്രാർത്ഥന ആവശ്യമാണ്. എന്തിനാണ് നമുക്ക് പ്രാർത്ഥന ആവശ്യം? പലപ്പോഴും പ്രാർത്ഥന ആവശ്യമെന്ന് പറയുമ്പോൾ പല ആളുകൾക്കും അതൊരു ഭാരമായി തോന്നാറുണ്ട്. എന്നാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. പ്രാർത്ഥനയിലൂടെ നിങ്ങളും ദൈവവും തമ്മിൽ ഒരു സംഭാഷണത്തിലേർപ്പെടുക. ആ സംഭാഷണത്തിൽ ധാരാളം കാര്യങ്ങൾ നിങ്ങൾ ദൈവമായിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ദൈവം നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ദൈവം നിങ്ങളോട് ഉത്ബോധിപ്പിക്കാനിടയായിത്തീരും. അതിനനുസരിച്ച് നമ്മൾ ക്രമീകരിക്കുമ്പോൾ ദൈവം ചില വഴികളും വാതിലുകളും തുറക്കുവാനിടയായിത്തീരും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ ഹന്നായുടെ പ്രാർത്ഥന. ഹന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ചെന്നു. അവളുടെ പ്രാർത്ഥന വിഷയം അവൾക്കൊരു മകനെ ലഭിക്കണമെന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി അവൾ ദൈവമായിട്ട് സംഭാഷണത്തിലേർപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ, ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഉദ്ദേശങ്ങൾ ഹന്നയ്ക്ക് ബോധ്യപ്പെടുവാൻ തക്കോണം ഇടയായിത്തീർന്നു. ദൈവം നമ്മളിൽ തൻ്റെ ആത്മാവിനെ തന്നിരിക്കുന്നത് ദൈവത്തിലുള്ള ആഴങ്ങളെ നാം ആരായാൻ വേണ്ടിയാണ്. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം പകർന്ന് തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ചിന്തകളെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ സക്രിയാവിലൂടെ ദൈവം തൻ്റെ ജനത്തോട് പറയുന്നു, നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ദൈവം നിങ്ങൾക്ക് പിന്മഴയെ നൽകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്മഴ പെയ്തെങ്കിൽ മാത്രമേ ചത്തുകിടക്കുന്ന വിത്തുകൾ രൂപാന്തരം പ്രാപിക്കുകയുള്ളൂ. ചാവാറായ ശേഷിപ്പുകൾ ശക്തീകരിക്കപ്പെടത്തുള്ളൂ. നിലത്തിലെ അനുഭവങ്ങൾ നിന്നുപോയി ഇനിയൊരു മടക്കമില്ലെന്ന് വിധിക്കുന്ന സ്ഥാനത്ത്, പറയുന്ന സ്ഥാനത്ത് ഒരു പിന്മഴയ്ക്ക് മാത്രമേ അതിനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വചനത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ദൈവത്തോട് അപേക്ഷിച്ചാൽ, അതേ സ്പ്രിംഗ് ടൈമിൽ കടന്നു വരുന്ന പിന്മഴ പോലെ, ഒരു വിൻ്ററിന് ശേഷം, ഒരു ഉണക്കിന് ശേഷം മാഞ്ഞുപോയ പച്ചപ്പുകൾ പുനഃസ്ഥാപിക്കുന്നത് പോലെ ഒരു പിന്മഴ നിങ്ങളുടെ ജീവിതത്തിൽ ചില പുനഃസ്ഥാപനങ്ങൾ, പുനർനിർമ്മിതികൾ, ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഒരു രൂപാന്തരങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭവനത്തിലാകട്ടെ, നിങ്ങളുടെ സഭയിലാകട്ടെ, നിങ്ങളുടെ ദേശത്തിലാകട്ടെ, ചില കാര്യങ്ങളെ കണ്ട് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. ഇനിയൊരു മടക്കമുണ്ടോ എന്ന് നിങ്ങൾ സംശയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമോ എന്ന് നിങ്ങൾ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് വചനത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ പിന്മഴയ്ക്കായി ദൈവത്തോട് അപേക്ഷിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഞാൻ ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ ഓടി വന്ന ഒരു ബൈബിൾ ചിത്രമുണ്ട്. യാക്കോബ് എന്ന മനുഷ്യൻ വർഷങ്ങളായി അവൻ്റെ അമ്മായിപ്പൻ്റെ ആടുകളെ മേയിച്ച് തൻ്റെ ഭാര്യമാർക്ക് വേണ്ടി അവൻ ദാസ്യവേലയൊക്കെ ചെയ്ത് അവൻ ഏറിയ സമ്പത്തുമായി മടങ്ങി തൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ വളരെ ഉത്കണ്ഠകൾ ആ മനുഷ്യനെ പിടികൂടി. നാളെ എന്തു സംഭവിക്കുമെന്നുള്ള ഭാരം യാക്കോബിനുണ്ടായി. ആ സമയത്ത് യഥാർത്ഥമായിട്ടും അവൻ ദൈവത്തോട് അപേക്ഷിക്കുവാൻ തീരുമാനിച്ചു.
ദൈവമായിട്ടൊരു അഭിമുഖത്തിന് വേണ്ടി അവൻ ആഗ്രഹിച്ചു, ഒരു എൻകൗണ്ടറിന് വേണ്ടി അവൻ ആഗ്രഹിച്ചു. നോക്കിക്കേ, ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു വ്യക്തി ആത്മീയമായി ദാഹിക്കുമ്പോൾ, ജീവിതത്തിൽ ഒരു രൂപാന്തരത്തിന് വേണ്ടി അവൻ ആഗ്രഹിക്കുമ്പോൾ, ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി ഒരുവൻ ഇഷ്ടപ്പെടുമ്പോൾ, ദൈവം ആ വ്യക്തിയുടെ അടുക്കിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. അതിൻ്റെ തെളിവാണ് യാക്കോബ് യാബോക്ക് കടവിൻ തീരത്ത് ദൈവമായിട്ടൊരു അഭിമുഖത്തിന് വേണ്ടി ആഗ്രഹിച്ചു കൊതിച്ചുകൊണ്ട് അവൻ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ, നമുക്കവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്, ദൈവം തന്നെ അവിടെ ഇറങ്ങി വന്ന് യാക്കോബുമായി മൽപ്പിടുത്തം നടത്തി. അന്ന് രാത്രി മുഴുവനും യാക്കോബ് പ്രാർത്ഥനയിൽ പോരാടാനിടയായി തീർന്നു. അവൻ ദൈവവുമായിട്ട് മല്ല് പിടിച്ചു. എന്താ സംഭവിച്ചത്? പ്രഭാതമായപ്പോൾ ദൂതൻ പറഞ്ഞു, എന്നെ വിടൂ, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ യാക്കോബ് പറയാണ്, നിശ്ചയമായിട്ടും നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അതെ, എനിക്കൊരു അനുഗ്രഹം ആവശ്യമാണ്. എൻ്റെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതിന് നമ്മെ സഹായിക്കുന്ന ഒന്നാണ് പിന്മഴ എന്ന് പറയുന്നത്. ഞാൻ ഈ പിന്മഴ എന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളൊരു മഴയെക്കുറിച്ചല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് വേണ്ടി, സംഭവിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നിങ്ങൾ സമർപ്പിക്കണം. ഇസ്രായേൽ ജനത്തോട് സക്കരിയാവ് പറയുന്നു, പിന്മഴയ്ക്ക് വേണ്ടി അപേക്ഷിപ്പിനെന്ന് പറയുമ്പോൾ അവർ ദൈവത്തോടുള്ള ആ സമർപ്പണത്തിലേക്ക് കടന്നു വരുവാനാണ് ഈ സക്കരിയാവ് ആവശ്യപ്പെടുന്നത്. ഇന്നെ കേൾക്കുന്ന ആരെങ്കിലും ദൈവമായിട്ട് ഒരു സമർപ്പണത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, കർത്താവ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവും ദൈവമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു സമർപ്പണം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ന്യൂ ബിഗിനിങ്സ് ഉണ്ടാകും, പുതിയ ആരംഭങ്ങളുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. ഒരുപക്ഷെ ഒരു പുതിയ രൂപാന്തരം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ഇന്ന് വരെ നിങ്ങൾ ആയതുപോലല്ല, മറിച്ച് ഒരു വ്യത്യസ്ത നിലയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകാൻ തക്കവണ്ണം ഇടയായിത്തീരും. വിശുദ്ധ ബൈബിൾ അപ്രകാരമുള്ള അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ യാക്കോബിനെ കുറിച്ച് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. യാക്കോബ് ഈ ദൂതനുമായുള്ള മലപ്പെടുത്തതിന് ശേഷം മുമ്പുള്ള യാക്കോബ് അല്ലായിരുന്നു. അവനൊരു പുതിയ വ്യക്തിയായിട്ട് മാറി. അവൻ്റെ പേര് മാറി, ഇസ്രയേൽ എന്നായി മാറി. ഞാൻ പലപ്പോഴും അതിനെക്കുറിച്ച് പറയാറുണ്ട്, യാക്കോബിൻ്റെ DNA ദൈവം അവിടെ തിരുത്തി കുറിച്ചു. ഇനി നീ ഉപായല്ല, മറിച്ച് നീ ഇസ്രയേൽ എന്നറിയപ്പെടും, ദൈവത്തിൻ്റെ പ്രഭു എന്നറിയപ്പെടും. നോക്കിക്കേ, ആ യാക്കോബിൻ്റെ സന്തതി പരമ്പരകളെല്ലാം ദൈവത്തിൻ്റെ പ്രഭുവായി ദൈവം നിർത്തിയിരിക്കുക. ദൈവത്തിൻ്റെ പ്രഭുത്വത്തിലേക്ക് ദൈവം അവനെ ഉയർത്തുവാനിടയായി തീർന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ അപേക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് സാധിക്കും. നമ്മൾ ഈ വായിച്ച വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാരി പെയ്പ്പിച്ച് കൊടുക്കും. ഏത് സസ്യത്തിനും ദൈവം ഏതെങ്കിലും ഒരു സസ്യത്തിന് വേണ്ടി മാത്രമല്ല മഴ പെയ്യ്ക്കുന്നത്, എല്ലാത്തിനും വേണ്ടി ദൈവം മഴ പെയ്യ്ക്കും. ഇത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ കാണിക്കുക. ദൈവം എല്ലാവരെയും ഒരുപോലെ കാണുന്നു. നമ്മൾ വിശുദ്ധ ബൈബിൾ വായിക്കുന്നുണ്ട്, ദൈവം ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും ഒരുപോലെ മഞ്ഞും മഴയും കൊടുക്കുന്നു. ദൈവം എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നു. പക്ഷേ നാം പ്രാർത്ഥിക്കണം. ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മഴ പെയ്യാതവണ്ണം ഞാൻ ആകാശത്തെ അടയ്ക്കുകയോ ദേശത്തിലെ പച്ചപ്പുകളെ കുത്തി തിന്നേണ്ടതിന് വേണ്ടി വെട്ടിക്കിളികളോട് കൽപ്പിക്കുകയോ ചെയ്താൽ, എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ട് തിരിയുന്നുവെങ്കിൽ ഞാൻ അവരുടെ പ്രാർത്ഥന കേട്ട് ദേശത്തിന് സൗഖ്യം വരുത്തിക്കൊടുക്കും. അപ്പോൾ നോക്കിക്കേ, മഴ പെയ്യേണ്ടതിന് കർത്താവ് ആവശ്യപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലെ മനസ്സാന്തരമാണ്, നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകേണ്ടതിന് ദൈവം നിങ്ങളോട് ചോദിക്കുന്നു, നിൻ്റെ ജീവിതം രൂപാന്തരപ്പെടുവാനിടയായി തീരുമോ? നിങ്ങളുടെ ജീവിതം മാറ്റപ്പെടുവാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമോ? അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ആരംഭങ്ങൾ കുറിപ്പാൻ തക്കണം ഇടയായിത്തീരും. അതാണ് നമുക്ക് ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മളിവിടെ വായിച്ച വാക്യം പോലെ, അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനു വേണ്ടി മാരി പെയ്യിപ്പിച്ച് കൊടുക്കും. ഈ മഴ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആ ഗ്രേസിനെ കാണിക്കുക, ദൈവത്തിൻ്റെ കൃപയെ കാണിക്കുക. ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ കൃപ ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആ കൃപ പ്രാപിക്കുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് യേശു ക്രിസ്തു ലവോദിക്ക സഭയുടെ വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ട് പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ വന്ന്
ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇടിച്ചു കയറി ചെല്ലുന്ന ഒരു യേശുവിനല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ ജെന്റിലായിട്ട് യേശു പറയുന്നു, ഞാൻ വാതിൽക്കൽ മുട്ടുന്നു. എന്തിനു വേണ്ടിയാണ്? നിൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ. എനിക്ക് നിൻ്റെ ജീവിതത്തിൽ പ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നീ നിൻ്റെ വാതിലുകൾ എനിക്ക് വേണ്ടി തുറന്നു തരണം. അതുകൊണ്ട് ഞാൻ വാതിൽക്കൽ മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട്, ഇന്ന് ഈ വചനം കേട്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകളെ തുറന്നു കൊടുക്കാമെങ്കിൽ, ഒരു സമർപ്പണത്തിലേക്ക് നിങ്ങൾക്ക് വരുവാൻ സാധിക്കുമെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുവുമായിട്ടുള്ള ഒരു ഫെലോഷിപ്പ്, യേശു നിന്നോട് ചേർന്ന് ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു ബന്ധം, ഒരു ദൈവിക പ്രവൃത്തിയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകാനിടയായിത്തീരും. ഞാൻ എപ്പോഴും വചനത്തിലൂടെ പറയുന്നൊരു കാര്യമാണ്, ദൈവം പ്രവർത്തിക്കുന്നത് പാർട്ട്ണർഷിപ്പിലൂടെയാണ്. ദൈവം തനിച്ച് ചെയ്യുന്നില്ല. നമ്മെക്കൊണ്ട് ദൈവം തനിച്ചൊരു കാര്യം ചെയ്യിപ്പിക്കുന്നില്ല. ദൈവം എപ്പോഴും നമ്മോട് പറയുന്നു, ദൈവവും നാമും തമ്മിൽ ആ പാർട്ട്ണർഷിപ്പിൽ പ്രവർത്തിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നു. നമുക്കറിയാം, പിറവിയിലെ കുരുടനായ മനുഷ്യൻ, അവന് കണ്ണു കാണില്ലല്ലോ. അവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നപ്പോൾ യേശു നിലത്ത് തുപ്പി ചേറുണ്ടാക്കിയിട്ട് ആ ചേറ് അവൻ്റെ കണ്ണിൽ പുരട്ടിട്ട് യേശു പറയുന്നു, നീ ശീലോഹകുളത്തിലേക്ക് പോയി കഴുകുക എന്ന് പറഞ്ഞു. ഇവിടെ യേശുവും ഈ കുരുടനായ മനുഷ്യനും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. രണ്ടുപേരും അവിടെ പ്രവർത്തിച്ചു. യേശു നിലത്ത് തുപ്പി ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പുരട്ടി. അവൻ്റെ റോൾ എന്ന് പറയുന്നത് അവൻ ശീലോഹം കുളത്തിലേക്ക് പോയി കഴുകി തിരിച്ചു വരാൻ എന്നുള്ളതാണ്. നോക്കിക്കേ, അവൻ്റെ റോൾ ഭംഗിയായി ചെയ്തപ്പോൾ, യേശുവിൻ്റെ റോൾ ഭംഗിയായി ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ഒരു മിറക്കിൾ സംഭവിച്ചു. ഇനി വചനം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ദിവസങ്ങൾ ദൈവസ്ഥലിൽ നിങ്ങൾ സമർപ്പിച്ച് കർത്താവ് നിങ്ങളോട് പറയുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ്. അതിൽ യാതൊരു സംശയമില്ല. ആ അത്ഭുതങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങൾ നമ്മൾ കാതോർക്കാൻ പോകുകയാണ്. ഈ വചനം ഇന്ന് ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ പുതിയ ആരംഭങ്ങളും, അതേ, നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ രൂപാന്തരങ്ങളും സംഭവിപ്പാൻ ഈ വചനം മൂലം കർത്താവ് ഇടയാക്കട്ടെ. ഈ വർഷം 2024 നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ആരംഭങ്ങളുടെ ഒരു വർഷമായി തീരും. അതേ, നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ രൂപാന്തരത്തിൻ്റെ ഒരു വർഷമായി തീരും. പക്ഷേ അതിനു മുമ്പായി നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തോട് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അവൻ മിന്നൽ പിണരുകളെ അയക്കുമല്ലോ. എന്താ അവിടെ മിന്നൽ പിണരെന്ന് പറയുന്നത്? ഒരു മഴയ്ക്ക് മുമ്പായി നമ്മൾ കാണുന്നതായ ഒരു പ്രതിഭാസമാണ്, ഒരു ശബ്ദമാണ് ഇടിമിന്നൽ എന്ന് പറയുന്നത്. ഒരു ഇടിമിന്നൽ നമ്മൾ കാണുമ്പോൾ, ഒരു ഇടിമുഴക്കം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നു, വലിയൊരു മഴ വരാൻ പോകുന്നു. ഏലിയാവ് ആഹാബിനോട് പറഞ്ഞു, ഞാൻ വലിയൊരു മഴയുടെ മുഴക്കം കേൾക്കുന്നു, വേഗം രഥം പൊട്ടിപ്പൊയ്ക്കൊള്ളുക. ദൈവം ഈ മഴയ്ക്ക് മുമ്പായി, ഒരു അനുഗ്രഹത്തിനു മുമ്പായി നിനക്ക് വിശ്വാസത്തോടെ കേൾക്കുവാൻ സാധിക്കും, കാണുവാൻ സാധിക്കും ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളിലും ഞാൻ മുമ്പുകൂട്ടി കാണാറുണ്ട് ദൈവപ്രവൃത്തിയെ. ഞാൻ മുമ്പുകൂട്ടി കേൾക്കാറുണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ശബ്ദത്തെ. വിശ്വാസത്തോടെ അത് ഞാൻ പറയുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാണെന്ന് ഞാൻ വിശ്വാസത്തോടെ പറയുന്ന ഒരു കാര്യം പോലും സംഭവിക്കാതിരുന്നിട്ടില്ല. ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിനക്കൊരു സൗഖ്യമുണ്ടെന്ന് വിശ്വാസത്തിൻ്റെ കണ്ണുകളാലും വിശ്വാസത്തിൻ്റെ ചെവിയാലും നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷയോടെ പറയാൻ സാധിക്കും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് ഈ ദിവസം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ ചെവിയോടും വിശ്വാസത്തിൻ്റെ കണ്ണുകളോടും നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുക. അതെ, അവൻ മിന്നൽ പിണരുകൾ അയക്കുന്നവനായ കർത്താവാണ്. എന്തിനു വേണ്ടി? ഒരു പിന്മഴയുടെ അനുഗ്രഹത്തിന് വേണ്ടി. പിന്മഴ വന്നു കഴിഞ്ഞാൽ ഉണങ്ങിപ്പോയ ഒരു വിത്തിനും ജീവിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഒരാൾക്ക് പോലും അതിൻ്റെ വളർച്ചയെ തടയുവാൻ കഴിയത്തില്ല. ലോകത്തിൽ ഏതെങ്കിലും ശക്തി പറയാണ്, ഞാൻ ഇതിൻ്റെ വളർച്ചയെ തടയുമെന്ന് പറഞ്ഞാൽ പോലും തടയുവാൻ കഴിയത്തില്ല. കാരണം പിന്മഴ വന്നു കഴിഞ്ഞാൽ അവസ്ഥകൾ മാറുക. ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ അവസ്ഥകൾ മാറുക. ദൈവം ഒരു വഴി തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ദൈവം ഒരു വഴി അടച്ചാൽ ആർക്കും തുറക്കാനും കഴിയത്തില്ല. അതെ, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം 2024 ഒരു പിന്മഴയുടെ അനുഭവം, അസ്തമിച്ചു പോയ കാര്യങ്ങൾ അത് പൂർവാധികം ശക്തിയോടെ ഉദിച്ചുയരട്ടെ. ജീവിതത്തിൽ പ്രതീക്ഷ കൈവിട്ടു പോയ കാര്യങ്ങൾ പുതിയ പ്രതീക്ഷയോടുകൂടെ കടന്നു വരുന്ന ഒരു വർഷമായി തീരട്ടെ.
അതെ, നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഒരു ബിഗിനിങ്, പുതിയ ഒരു ആരംഭം, പുതിയ ഒരു രൂപാന്തരം ഉണ്ടാകുവാൻ കർത്താവ് ഈ 2024 നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാം. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയവ ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇനി വചനം കേട്ട ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതേ പുതിയ ആരംഭങ്ങളും രൂപാന്തരങ്ങളും ഉണ്ടാകുവാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. അതെ, നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. പിന്മഴയുടെ കാലത്ത് നാം അപേക്ഷിക്കുമെങ്കിൽ അവൻ നമുക്ക് പിന്മഴ നൽകിത്തരും. അടുത്ത കൃഷി, ഇസ്രായേലിൻ്റെ കൃഷി എന്ന് പറയുന്നത് ഈ പിന്മഴയുടെ ബേസിസിലാണ്. നിങ്ങളുടെ ജീവിതത്തിലും മുന്നോട്ടുള്ള ഭാവി ദൈവം നൽകാൻ പോകുന്ന ഈ അനുഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. നമുക്കൊരുമിച്ച് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ വചനത്തിനായി സ്തോത്രം. അങ്ങയുടെ മക്കളോട് ഇന്ന് അങ്ങ് ഈ സക്രിയാവിൻ്റെ പ്രവചനം 10-ാം അധ്യായം 1-ാം വാക്യത്തിലൂടെ സംസാരിച്ചതിനായി സ്തോത്രം. മഴ പെയ്യ്ക്കുവാൻ അധികാരമുള്ളവനായ ദൈവം ഈ ദിവസങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു പിന്മഴയുടെ അനുഭവം, അതേ ഒരു അനുഗ്രഹത്തിൻ്റെ അനുഭവം, ഉണങ്ങിപ്പോയ നശിച്ചുപോയെന്ന് കരുതിയ കാര്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതായൊരു കാലം, ഒരു സമയം അവരുടെ ജീവിതത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും അധികാരം പ്രാപിച്ച യേശുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മയാലും നിറയപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കുക. കോട്ടയത്തിനടുത്ത കളത്തിപ്പടിയിൽ ഫെഡറൽ ബാങ്കിന് മുകൾവശം പ്രവർത്തിക്കുന്ന ട്രിനിറ്റി വർഷിപ്പ് സെൻ്ററിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞങ്ങളുമായിട്ടുള്ള ആത്മീയ ബന്ധത്തിനായി നിങ്ങളെ സഹായിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട്. അതിൽ ജോയിൻ ചെയ്യുവാൻ ഒന്നുകിൽ ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡിൽ നിങ്ങൾ സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ 9446603384 എന്ന വാട്സപ്പിലേക്ക് നിങ്ങൾ സന്ദേശം അയയ്ക്കുക. കൂടാതെ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് ആത്മീയമായി പരിപോഷണം ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങൾക്ക് നൽകുന്ന ഒരു പ്രത്യേക പ്രോഗ്രാം ഞങ്ങൾ യൂട്യൂബിലൂടെ എല്ലാ ദിവസവും രാവിലെ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ വരിക്കാരായി തീർന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ പ്രഭാത ധ്യാനം ലഭിക്കാനിടയായിത്തീരും. കൂടാതെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ദൈവം ധാരാളമായിട്ട് നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. താങ്ക് യു.